മത്തായി 25:36 ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. അതായത് അപ്പനായാലും അമ്മയായാലും രോഗിയായി കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യുമെന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് അപ്പനല്ല ആരായാലും ഒരു രോഗി, അപരിചിതനായ രോഗിയായ പോലും അവോയ്ഡ് ചെയ്യപ്പെടരുത്. ഇത് ഈശോയുടെ ദിവ്യത്വത്തിൻ്റെ ഒരു തിളക്കമാണിത്. നമ്മൾ ഈശോയുടെ ദിവ്യത്വത്തിലേക്ക്, ലോകത്ത് കുറേ ദൈവങ്ങളുടെ പേരിൽ കുറേ വേഷങ്ങളില്ലേ, അതൊക്കെ നോക്കുമ്പോൾ ഈശോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോണതാണ്. ദൈവിക ആന്തരികതയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപരിചിതനായ രോഗിയായാൽ പോലും സംരക്ഷിക്കപ്പെടുമെന്നുള്ളത് ദൈവത്തിൻ്റെ സ്നേഹ മനസ്സാണ്. കൈയടിച്ച് കർത്താൻ ഞങ്ങൾക്ക് ഈശോയെ കണ്ടുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കാനുള്ള വലിയ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. സദയം തൊടേലേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേലേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ രോഗിയായിരുന്നു എന്ന് കണ്ടാൽ, അപരിചിതനായ രോഗി ഗവൺമെൻറ് ആശുപത്രിയിൽ താമസിക്കുന്ന ആളായാലും ശരി, ഈശോ എന്താ പറയണത്? അത് ഞാനായിട്ടാണ് നീ കാണേണ്ടത്. അപ്പോൾ എന്നാ പറ്റും? നിനക്ക് എന്നോടുള്ള സ്നേഹമായിരിക്കണം ആ രോഗിയെ ചികിത്സിക്കാനുള്ള സ്പീഡ് നിശ്ചയിക്കേണ്ടത്. മനസ്സിലായി? സ്പീഡാണ് വിഷയം. നമ്മളുടെ പല കാര്യങ്ങളും താമസിക്കാൻ കാരണം നമ്മൾ ഉടമ്പടി പ്രവർത്തനങ്ങളിൽ സ്പീഡില്ലാത്ത കൊണ്ടാണ്. ഉടമ്പടി പ്രവർത്തനങ്ങളിൽ നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കും ഓരോ കാര്യവും അത് നാളെ ചെയ്യാം, അടുത്ത ആഴ്ച ചെയ്യാം, എപ്പോഴും ചെയ്താൽ മതിയല്ല, ഈ മാസം ചെയ്താൽ മതിയല്ലോ എന്ന് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഫോർമാറ്റാണ് നിനക്കുള്ളെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മാനുഷികമായ ഒരു രീതിയിലാണ് നിങ്ങൾ യേശുവിനെ കാണുന്നത്. അപ്പോസ്തലന്മാർ ഒരു കാലത്ത് മാനുഷികമായ രീതിയിലാണ് യേശുവിനെ കണ്ടത്. പിന്നീട് തെറ്റ് മനസ്സിലായപ്പോൾ പൗലോസ് പറയും, ഞങ്ങളിനി ഒരിക്കലും മാനുഷികമായ രീതിയിൽ യേശുവിനെ കാണത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മാനുഷികമായ രീതിയിൽ ശ്രദ്ധിക്കട്ടെ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. എരിയും മെഴുതിരി പോലെ, എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം, എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. 2 കൊരിന്തോസ് 5:16. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ശ്രദ്ധിക്കട്ടെ. അതായത് എന്താ പറയണത്? നമ്മൾ ഒരു സ്വാഭാവികമായ ആദ്യ ഘട്ടത്തിൽ ആൾക്കാരെ വീക്ഷിക്കുന്നത് മാനുഷികമായ കാഴ്ചപ്പാടിലാണ്. രോഗികളെ രോഗികളായിട്ടും, ഓരോരോ നിൻ്റെ ജാതി അല്ലാത്തവരെ മറ്റു ജാതിക്കാരെ ആ ജാതിക്കാരായിട്ടും ഈ രീതി മാനുഷികമായിട്ടാണ് ജനങ്ങളെ കാണുന്നത്. പക്ഷെ ക്രിസ്തുവിനെ നീ സ്വീകരിച്ചാൽ പിന്നെ മാനുഷിക വീക്ഷണം അസ്തമിക്കണം. മനസ്സിലായില്ലേ? വായിച്ചോളൂ.
അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അതായത് ക്രിസ്തുവിനെ പോലും മാനുഷികമായ കാഴ്ചപ്പാടിൽ ഒരു കാലത്ത് സാവൂള് അയാൾ പൗലോസാകും മുമ്പുള്ള കാര്യമാണ് പറയണത്, അങ്ങനെ വീക്ഷിച്ചിരുന്ന് അതിനുള്ള സാധ്യതയുണ്ട്. ഈ വീക്ഷണം പരിക്രമം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം, പരിവർത്തനം ചെയ്തിട്ടുണ്ടോ. നിങ്ങൾ ഒത്തിരിയേറെ പേര് ജോലി കർത്താവിന് വേണ്ടി ചെയ്യുന്നു, പക്ഷേ കാഴ്ചപ്പാട് നോക്കണം, കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം. ക്രിസ്തുവിനെ ദൈവികമായ കാഴ്ചപ്പാടിൽ വീക്ഷിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ വചനങ്ങളെ ദൈവവചനമായിട്ട് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തെ മാനുഷിക വചനമായിട്ട് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ ഈ യുക്തിവാദികൾ എന്താ ചെയ്യണത്? കർത്താവിൻ്റെ വചനത്തെ മാനുഷിക വചനമായിട്ടാണ് കാണുന്നത്. ഈശോയെ ദൈവമായിട്ട് കാണാത്ത എല്ലാ ആൾക്കാരും ദൈവവചനത്തെ മനുഷ്യൻ്റെ വചനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ വചനത്തെ മനുഷ്യൻ്റെ വചനമായിട്ട് കണ്ടാലുള്ള കുഴപ്പം വെച്ചാൽ ആ വചനത്തിൻ്റെ റിട്ടേൺസേ ഉണ്ടാകത്തുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രവാചകനായി കരുതുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. മത്തായി 10:41. പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അപ്പം നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് പ്രശ്നം. ഉടമ്പടി എടുത്താലും കാഴ്ചപ്പാട് മാറുന്നില്ലെങ്കിൽ അനുഭവങ്ങൾ തളരാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ക്രിസ്തുവിനെ ദൈവമായി കാണാത്തോളം കാലം ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ദൈവവചനമായിട്ട് അങ്ങനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകൾ അഭിഷേകപൂരിതമാകാൻ വേണ്ടി ശിരസ്സിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു കൈ ശിരസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ തിരുമുറുവാർന്ന വലത്ത് കരം എൻ്റെ പാവപ്പെട്ട ശിരസ്സിൽ വെക്കണമേ. എൻ്റെ ആന്തരിക ബോധ്യങ്ങളിലെ നിന്റെ ദൈവികതയെക്കുറിച്ചുള്ള പൂർണ്ണ അറിവാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അതുവഴി അങ്ങയുടെ വചനത്തിന്റെ മുഴുവൻ ശക്തിയും അനുഭവിക്കുവാൻ എന്നെ പ്രാപ്തമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. കാഴ്ചപ്പാടുകളെ സ്നേഹത്താൽ വീക്ഷിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. എൻ്റെ മക്കളെ, ഇത്രയും നേരം അച്ഛനിലൂടെ ഈശോ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നതെന്നറിയാവോ? വളരെ ചുരുക്കമാണ്. നിങ്ങൾക്ക് ദൈവസ്നേഹം വർത്തമാനമാകണം. എന്നുവെച്ചാൽ ഇന്നലെ ഉണ്ടായതിനേക്കാൾ സ്നേഹം ഇന്നുണ്ടാകണം, ഇന്നുള്ളതിനേക്കാൾ സ്നേഹം നാളെ ഉണ്ടാകണം. സ്നേഹത്തിൽ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കത്തിലൊരിക്കലും. സ്നേഹത്തിൽ വളർച്ചയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? തളർച്ചയെന്നാണ്. നമ്മുടെ വേഗത നിശ്ചയിക്കുന്നത്, ഉടമ്പടിയുടെ വേഗത നിശ്ചയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ആക്ടിവേഷൻ ശക്തിപ്പെടും. നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ശക്തിപ്പെടും. അതിൽ സന്തോഷമുണ്ടാകും. അപ്പോൾ എന്താ വെച്ചാൽ സന്തോഷമെന്നുള്ളത് സ്നേഹം പോലെ തന്നെ ഒരു സംഭവമാണ്. അത് സന്തോഷമെന്ന് പറയണത്, അത് സന്തോഷത്തോടെയാണ് ബാക്കിയെല്ലാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥ ദൈവസ്നേഹം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അയ്യോ ഇനി ഉറങ്ങണ സമയമാണല്ലേ, 10 മിനിറ്റ് കിടന്ന് ഉറങ്ങിയേക്കാം. അപ്പോൾ അമ്മ പറയും, എടി ഉറങ്ങണ സമയത്ത് പോയി പത്രം കൊടുക്കാൻ പറ്റില്ല നിനക്ക്, ഞാൻ ഉറങ്ങിയിട്ട് പോകാമെന്ന് പറയും. അതാണ് സംഭവം. അപ്പോൾ നിനക്ക് സന്തോഷമില്ല.
അവിടെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ ദൈവസ്നേഹമില്ല. ദൈവസ്നേഹം സന്തോഷവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം ഉണ്ടാകും, അല്ലെങ്കിൽ അളിഞ്ഞ മോന്ത ഉണ്ടാകും. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്ന അളിഞ്ഞ മോന്തയായിട്ടാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ലവ് ലെവല് താഴെയാണ്. പിന്നെ അക്കാനും വേണ്ടി ഒക്കാനിക്കുകയാണ്. ഏതായാലും ചെന്ന് തലവെച്ച് കൊടുത്തില്ല ഉടമ്പടിക്ക്, ഇനിയിപ്പോൾ നിവർത്തിയില്ലല്ല ചെയ്യാൻ, അങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന കുറേ മുണ്ണകളുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ അഭിപ്രായം. കാര്യം ഇല്ല, നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്. യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. സാത്താൻ മാത്രമേ ദൈവത്തെ പരീക്ഷിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ വേഷം കെട്ടി വരേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, സന്തോഷമില്ലാതെ ദൈവസ്നേഹമില്ലാതെ സുവിശേഷ വേല ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എന്നെ ക്രമീകരിക്കണമേ. എന്നെ തെറ്റ് തിരുത്തിക്കൊണ്ട് പുതിയ അഭിഷേക തൈലത്താൽ എന്നെ ശക്തീകരിക്കണമേ. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ വരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരമദിവ്യകാരുണ്യത്തിന് ക്രിസ്തുവിനെ നിധിയായിട്ട് കാണാത്തോളം കാലം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് നേടിയ മറ്റു സമ്പത്തിനേക്കാളും വലിയ സമ്പത്താണ് ക്രിസ്തുവെന്നുള്ള ആന്തരികമായ ബോധ്യം വരാത്തോളം കാലം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. മത്തായി ശ്ലീഹാ സുവിശേഷം 13:44. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 13:44. സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ഇതാണ് വിഷയം. അതായത് സ്വർഗരാജ്യം എന്നുള്ള അതിൽ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്രിസ്തു എന്ന് അവിടെ ചേർക്കേണ്ടത്. ഇപ്പോഴേ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി പോലെയാണെന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന് പകരം അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് ക്രിസ്തു എന്നാണ്. അപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിധിയായിട്ട് നമുക്ക് തോന്നണം. എല്ലാം തുടങ്ങണം അവിടെ നിന്നാണ് കേട്ടോ. ക്രിസ്തുവിനെ നിങ്ങൾക്കൊരു നിധിയായിട്ട് തോന്നണം. പക്ഷേ എങ്ങനെ തോന്നണം? നിങ്ങളുടെ മറ്റെല്ലാ സമ്പത്തിനേക്കാളും നിധിയായിട്ട് തോന്നണം. അവിടെ മാത്രമേ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായില്ലേ? മറ്റെല്ലാ സമ്പത്തിനേക്കാളും നിങ്ങൾക്ക് ക്രിസ്തുവിനെ നിധിയായിട്ട് തോന്നണം. അപ്പോഴാണ് നിങ്ങളുടെ ഉറക്കമോ നിങ്ങളുടെ സമ്പത്തോ സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ക്ലേശിച്ചും സങ്കടപ്പെട്ടും ഒക്കെ മ്ലാനമായിട്ടേ കൊടുക്കത്തുള്ളൂ. അതാണ് വിഷയം വരുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജോലി ചെയ്യണം നോക്കണം. കാര്യം ചൊല്ലണ പ്രാർത്ഥന അല്ലല്ലോ ഇത്, ചെയ്യുന്ന പദ്ധതിയല്ലേ. അപ്പം ചെയ്യുന്ന പദ്ധതി ആണെങ്കിൽ പോലും ഇതെങ്ങനെ ചെയ്യണമെങ്കിൽ എന്താണ്? അതായത് ക്രിസ്തുവിനെ നിങ്ങളെ മറ്റുള്ള എല്ലാത്തിനേക്കാളും വലിയ നിധിയായിട്ട് നിങ്ങൾക്ക് തോന്നണം. നിങ്ങളുടെ ക്രിസ്തുവിനെ നിങ്ങളുടെ IELTSനെയും വസ്തുവിൽപ്പനയും ജപ്തി രക്ഷപ്പെടുന്ന അവസ്ഥയും നിങ്ങളുടെ വിവാഹത്തെയും നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നതും ക്രിസ്തുവിനേക്കാൾ മുകളിലായിട്ട് കണ്ടാൽ മിക്കവാറും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ആൾക്കാർക്ക് വരുന്ന അപകടം അതാണ്. നിങ്ങൾക്ക് വരുന്ന പോരായ്മകൾ, മക്കളില്ല, വീടില്ല, ജോലിയില്ല, ജപ്തിയാണ്, ഇങ്ങനെയുള്ള വിടുതൽ ക്രിസ്തുവിനേക്കാളും ഉയർന്ന സംഭവമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അതാണ് നിങ്ങളുടെ ഉടമ്പടി താമസിക്കാൻ കാരണം, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാതിരിക്കാൻ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. നിങ്ങളുടെ ഉള്ളിലെങ്കിലും നിങ്ങൾ ക്രിസ്തുവിനേക്കാൾ മേലായിട്ടാണ്
ഇപ്പോൾ 36 വർഷം നിങ്ങൾക്കറിയാം, ഈ അൾത്താറ എന്ന് പറയുന്നത് 55 വയസ്സുള്ള ആൾക്കാരെ കല്യാണം കഴിപ്പിക്കുന്ന അൾത്താറയാണ്. എത്ര സാക്ഷിയാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഈ അൾത്താറ 55 വയസ്സുള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആകണ അൾത്താറയാണ്, ഒറ്റ പ്രാർത്ഥന കൊണ്ട്. അതൊക്കെ നമ്മളെ ഉടമ്പടിക്ക് ശേഷമാണ് ഞാനിതൊക്കെ അറിയണത്. ഉടമ്പടിക്ക് മുമ്പ് എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. കേരളം മുഴുവനും ഞാൻ ഏതാണ്ട് 107 കണ്ണൂർ തൊട്ട് ട്രിവാൻഡ്രം, ഇടുക്കി തൊട്ട് പുത്തൻതോപ്പ് വരെ 107 ജപമാല ധ്യാനം നടത്തിയിട്ടുള്ളത് 2002, 2004 കാലഘട്ടങ്ങളിൽ. അത്രയും തീക്ഷ്ണമായ കാലഘട്ടങ്ങളിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ തന്നെയും 365 ദിവസം ജപമാല 2003 തൊട്ട് 2004 നടക്കുമായിരുന്നു. രാത്രിയും പകലും ഇടതളവില്ലാതെ അളമുറിയാതെ ജപമാല നടക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ പ്രാർത്ഥനയുടെ മൂർച്ച ഒരിക്കലും പ്രാർത്ഥന ദൈവത്തെ നിൻ്റെ കൺമുമ്പേ കണ്ടിട്ടില്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ഇനി ഉയരാനുണ്ട്, വളരാനുണ്ടെന്ന് എൻ്റെ അർത്ഥം. കഴിഞ്ഞ ദിവസം അമലു ജനാർദ്ദൻ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു, ഈട്ടിവെട്ട് സാക്ഷി. നിങ്ങൾ സാക്ഷ്യം കേട്ടില്ലേ? നോക്കി നിൽക്കുമ്പോൾ ഈ സാധനങ്ങൾ ലക്ഷക്കണക്കിന് 1,10,000 ആൾക്കാർ വ്യൂ ചെയ്തത്. അവൾ ഇടിവെട്ടായിട്ട് പറയുന്നുണ്ട് സാധനം. അപ്പോൾ അവൾ പറഞ്ഞത് ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ ക്രിസ്മസിന് വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ എൻ്റെ വാതിക്കൽ കൂടി കരോളുകാർ പോകണം. അപ്പോൾ അവർ പാടുന്ന പാട്ട് എനിക്കറിയാവുന്ന പാട്ടാണ്. ഞാൻ അതിൻ്റെ കൂടെ പാടി തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ മത്താപ്പ് കത്തിക്കണം. ഞാൻ മത്താപ്പ് നോക്കിയപ്പോഴുണ്ട് അവിടെ അമ്മ, സ്വർഗാരൂപിതയായ അമ്മയെ കണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് തോന്നി ചുമ്മാ എൻ്റെ മനസ്സിൻ്റെ ഹാലൂസിനേഷൻ ആയിരിക്കും. ആ കുട്ടി, അപ്പുറത്തെ വീട്ടിലെ കുട്ടി പിന്നെ ഒരു മത്താപ്പ്, ഒരു പൂക്കുറ്റി കൂടി കത്തിച്ച്, അത് ഞാൻ അതേ പൊസിഷനിലാണ് കത്തിച്ചത്. അപ്പോൾ ഞാൻ നോക്കി, അമ്മ വീണ്ടും വന്നോ? ഇല്ല, അത് സാധാരണ പൂക്കുറ്റിയാണ്. അപ്പോൾ ഞാൻ ആദ്യം അമ്മയെ കണ്ടല്ലോ, അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലേ എന്ന് ഞാൻ ധരിച്ച് വീട്ടിലെത്തുമ്പോഴുണ്ട്. ഞാൻ ലീവും കഴിഞ്ഞ് ക്രിസ്മസ് ലീവും കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയപ്പോൾ ഉണ്ട് എൻ്റെ കൂട്ടുകാരത്തി എനിക്കൊരു സമ്മാനം തന്നു. കാര്യം ഞാൻ ചിന്തിച്ചായിരുന്നു അത് അമ്മയാണോ കർത്താവാണോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. അത് അമ്മയും പോലെയും കർത്താവിനും പോലെ ഇരിക്കണമുണ്ട്, എനിക്ക് ആരാണെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരത്തി എനിക്കൊരു സമ്മാനം തന്നു 3 ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പോഴുണ്ട് ഞാൻ മത്താപ്പിൽ പിരിഞ്ഞു നിന്ന ആ വെളുത്ത രൂപത്തെ തന്നെയാണ് എനിക്ക് സമ്മാനമായി കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അതെന്താ വെച്ചാൽ മക്കളെ, ഈ പ്രാർത്ഥന ഒരിക്കലും കുറവില്ല, ഒരിക്കലും പ്രാർത്ഥന കൂടുതലാകത്തുമില്ല. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് വല്ല വട്ടം പിടിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചാന്ന് പറയും. പക്ഷേ പ്രാർത്ഥന ഒരു വരമാണ്. അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും ശത്രുക്കളുണ്ടായിരിക്കും. പ്രാർത്ഥന ഒരു വരമാണ്. അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ തല്ലിക്കെടുത്താൻ വേണ്ടി ചുറ്റും ശത്രുക്കൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഒരുത്തൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെയാണെന്ന്. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. മത്തായി 10:36. 10:36 മത്തായി സുവിശേഷം. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. ക്ലിയർ അല്ലേ? നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നില്ലേ കുഴപ്പമൊന്നുമില്ല. വിശ്വാസത്തിലേക്ക് വന്നാൽ ഓർക്കുക, നിൻ്റെ ശത്രു അന്ന് വരെ മിത്രമായിരുന്ന ആൾ കുടുംബത്തിൽ തന്നെയുള്ളവർ ശത്രുവായിട്ട് മാറും. പക്ഷെ അവരുമായിട്ട് നീ കടിപിടിക്ക് പോരുത്, ബുദ്ധിയല്ലത്. അവരോട് സൗമ്യമായിട്ട് നിന്നുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത്. നിൻ്റെ ശത്രുവായ പിശാച്ച് ആരെ വിഴുങ്ങണമെന്നറിയാതെ ഈ ബന്ധുക്കളിലൂടെയും സ്വന്തപ്പെട്ടവരിലേയും പോയിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ദീപം നിൻ്റെ ഉള്ളിൽ നിന്ന് തല്ലിക്കെടുത്താൻ നോക്കും. അപ്പോൾ അവിടെ കഴുത്തെ കയറാൻ ഈശോ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് അവരെ അടക്കി ഒതുക്കാൻ വേണ്ടി ദാർഢ്യങ്ങൾ കാണിക്കരുത്.
പക്ഷേ വിശ്വാസത്തിൽ ഉറച്ച് സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. 1 പത്രോസ് 5:8. 1 പത്രോസ് 5:8. നിങ്ങളുടെ ശത്രുവായ പിശാച് പറഞ്ഞ നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. അപ്പോഴേ വിശ്വാസത്തിൽ ഉറച്ച് നിങ്ങൾക്ക് വിശ്വാസത്തിനെതിരെ ഒരു പ്രലോഭനമോ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ അവരെ തിരിച്ചാക്രമിക്കുകയല്ല ചെയ്യണത്. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. പക്ഷേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് വിശ്വാസത്തിന് തക്ക സ്നേഹനിർഭരമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോസ്തലന്മാർ പോലും ഞെരുക്കത്തിൻ്റെ സമയത്ത് സഭയ്ക്ക് നൽകിയ ഉപദേശം എന്താണ്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അനേകം കഷ്ടപ്പാടുകളിലൂടെ ദൈവരാജ്യത്തെ പ്രവേശിക്കണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവർ ചുറ്റി സഞ്ചരിച്ചു. ടേക്ക് ദ ബെഡ് പാർട്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:22. നടപടി പുസ്തകം 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, വിശ്വാസത്തിനെതിരായി എപ്പോഴും സ്വന്തം കുടുംബത്തിൽ തന്നെ ആക്രമണങ്ങളുണ്ടാകും. ആക്രമണം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ പ്രത്യാക്രമണം ചെയ്യരുത്. പക്ഷെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ചില സമയത്ത് കഷ്ടപ്പാടുകളുണ്ടാകും, ഞെരുക്കങ്ങളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് ജോലി തരാമെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മൾ ഈ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ചൈതന്യത്തിൽ പോണത് കാരണം വല്ല അലപരാധികൾക്കും ജോലി വാങ്ങിച്ചു കൊടുത്താലും നമുക്ക് തരത്തില്ല. നമ്മളെ ഒറ്റപ്പെടുത്തുകയും സൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓർക്കുക, ദൈവം നിന്നെ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ ഒരു മനുഷ്യൻ നിന്നെ ഒറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കൈയിട്ടിച്ച് കർത്താവ് നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം മക്കൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഗലാത്യർ 5:6 വെച്ചാണ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ്? സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. വിശ്വാസം ഒറ്റയ്ക്ക് വർക്ക് ചെയ്യത്തില്ല. അത് ജെന്യുവിനായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ സ്നേഹമുണ്ടാകണം. പല ആൾക്കാരുടെ സ്നേഹമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വേഗത വർദ്ധിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേഗത വർദ്ധിക്കും. സ്നേഹമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ചെയ്യുന്ന കാര്യങ്ങൾക്ക് സന്തോഷമുണ്ടാകും. എന്തെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിലേ നമുക്ക് സന്തോഷമുണ്ടാകും.
അതാണ് 13:44 കണ്ടത്. അവൻ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി വാങ്ങുന്നു. അപ്പോൾ വേഗത, സന്തോഷം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്. കാര്യം ഉടമ്പടി പ്രവർത്തനത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ അതിന് വേഗതയുണ്ടോ? അതിൽ ചെയ്യുമ്പോൾ സന്തോഷമുണ്ടോ? ദാറ്റ് യു ഡിസൈഡ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടി സാക്ഷ്യങ്ങളിലെ, ഉടമ്പടി സാക്ഷ്യങ്ങളിലെ, ഉടമ്പടി പ്രവർത്തനങ്ങളിലെ ഉടമ്പടി പ്രവർത്തനങ്ങളിലെ വേഗതയോടെ സന്തോഷത്തോടെ സർവോപരി ദൈവസ്നേഹത്തോടെ ചെയ്യാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകള് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ചെയ്യുവാൻ ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഈ ഉടമ്പടി പ്രവർത്തനങ്ങളിൽ വേഗത വരണമെങ്കിൽ, സന്തോഷം വരണമെങ്കിൽ, ദൈവസ്നേഹം വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൂടി വചനം പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് 1 പത്രോസ് 4:11. ശ്രുതികട ഹല്ലേലൂയ. 1 പത്രോസ് 4:11. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതായത് ഇപ്പം നിങ്ങൾ പ്രസംഗിക്കണില്ല, നിങ്ങളെന്താ ചെയ്യണത്? നിങ്ങൾ കർത്താവിൻ്റെ വചനങ്ങളും കർത്താവിൻ്റെ പ്രവർത്തനങ്ങളും സാക്ഷികളടങ്ങിയ പത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത്. പ്രസംഗിക്കുന്നതിൻ്റെ പകരമാണ്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ എല്ലാവർക്കും ചാതുര്യമില്ലാത്ത കൊണ്ടാണ് നമുക്ക് ആ ജോലി ചെയ്യേണ്ടി വരണത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് വിജയിക്കുന്നുണ്ട്. വേദനപ്പെട്ടിരിക്കുന്നവരെല്ലാവരും ഇത് വായിക്കുന്നുണ്ട്. ഇപ്പം ഇത് അമലു പറഞ്ഞതെന്താ വെച്ചാൽ, അമല് പറഞ്ഞത് എന്നോട് പത്രം കൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് കൃപാസനത്തിലെ പത്രമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പുറകെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയെന്ന്. അപ്പം ചില ആൾക്കാരുടെ അനുഭവം അതാണ്. അതായത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ, സന്തോഷത്തോടെ ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഇത് ആടമുതുകത്ത് വെച്ച് കെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാർ വല്ലവരും എന്നെ പറയുമോ, എന്നെ കളിയാക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പമ്മിയാണ് പോകണമെങ്കിൽ ഉള്ളതും കൂടി ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം നീ സന്തോഷത്തോടെ ചെയ്യുന്നില്ല, നീ വേഗത്തോടെ ചെയ്യുന്നില്ല, നീ ദൈവസ്നേഹത്തോടെ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഇതൊക്കെ പണ്ട് പത്രപ്രേക്ഷിത പ്രവർത്തനം ഹോസ്പിറ്റൽ മിഷൻ എന്നാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ചാരിറ്റി മിഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആൾക്കാർക്ക് വസ്ത്രങ്ങളാണ് കൊടുക്കുന്നത്. പണ്ട് പത്രം കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഹോസ്പിറ്റൽ മിഷൻ ഉണ്ടായിരുന്നു, ആശുപത്രിക്ക് വേണ്ടി കൊടുക്കുക. അപ്പോൾ അവർ ഇവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ടാണ് അതൊക്കെ ചെയ്യണത്. അഖണ്ഡ ജപമാല നടത്തിയിട്ടാണ്. കാര്യം അവർ ദൈവസ്നേഹം നിറഞ്ഞ സുവിശേഷ വേലയുടെ ചൈതന്യത്തോടെയാണ് അവർ ചെയ്യണത്. ഇപ്പം നിങ്ങളെന്താ ചെയ്യണത്? ഉടമ്പടി എടുത്തു, അതേ പറഞ്ഞിടത്ത് അങ്ങനെ ഒരു ഡിമാൻഡുണ്ട്, എന്നാൽ പിന്നെ ആരെങ്കിലും പെട്ടിക്കൊണ്ട് കെട്ടിവെച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക മൂഡിലാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ഇത് ചിറക്ക് വിജയിക്കാത്തതിൻ്റെ കാരണം അതാണ്. കാര്യം ഇതിൻ്റെ സന്തോഷം ഉണ്ടാകണം, വേഗത ഉണ്ടാകണം, പിന്നെ എന്താണ് അതിനെല്ലാത്തിനും മോട്ടിവേറ്റ് ചെയ്യുന്ന ദൈവസ്നേഹം ഉണ്ടാകണം. ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ 3 വികാരം ഉണ്ടാക്കി എടുത്തിട്ട് വേണം ഇതും കൂടെ പുറത്തിറങ്ങി കർത്താവിന് വേണ്ടി വേറെ ചെയ്യാൻ. അല്ലെങ്കിൽ അത് ന്യൂമറിക്കലായിട്ടും ടെക്നിക്കലായിട്ടും ആയിപ്പോവും. നിങ്ങൾക്കറിയാമോ, ടെക്നിക്കലായിട്ട് ചെയ്താലും സംഖ്യാപരമായിട്ട് ചെയ്താലും, ഇപ്പം ഇന്ന ചില സംഖ്യാപരമായിട്ട് 10 പത്രം കൊടുത്ത് 15 പത്രം കൊടുത്ത് സംഖ്യ എണ്ണി പറയും, സംഖ്യാപരം ന്യൂമറിക്കലായിട്ട്. അല്ലെങ്കിൽ ടെക്നിക്കൽ സാങ്കേതികമായിട്ട് ഇങ്ങനെ ഒരു ആവശ്യം ഉടമ്പടിക്കൊണ്ട് അതുകൊണ്ട് അതിൻ്റെ പേരിൽ ചെയ്യുന്നു സാങ്കേതികമായി. ഇങ്ങനെ 2 ചെയ്താൽ ഈ സംഭവം ഉടമ്പടി കത്തത്തില്ല. ഇത് കത്തുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ദൈവസ്നേഹത്തോടെ തന്നെ ചെയ്യേണ്ടി വരും. അത് വളരെ സീരിയസ് ആണ്. പക്ഷേ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 1 പത്രോസ് 4:11 ഒന്ന് വായിച്ചേ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. അതാണ് ദൈവത്തിന്റെ അരുളപ്പാട്. ഇത് പ്രസംഗമാണല്ലോ നിങ്ങൾ ചെയ്യണത്. അത് എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവല്ല. ജോസഫ് അച്ഛൻ പറഞ്ഞ് കൃപാസനത്തിൽ ചെന്നപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ബ്രദർ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്യരുത്, വിജയിക്കത്തില്ല. ജോസഫ് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്താൽ ഇത് വിജയിക്കത്തില്ല. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട്, കർത്താവാണ് എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഒരു അപ്പോസ്തലന്മാരുടെയും കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടില്ല.
പക്ഷേ അങ്ങനെ കർത്താവിൻ്റെ ജോലി ചെയ്യുന്നവൻ അങ്ങനെ ധരിച്ചാണ് ചെയ്യേണ്ടതെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. എന്താണ്? ദൈവം എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കണം, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു. കൈ ഇടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കുക. ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കഴിവല്ല നിൻ കൃപയാലേ, ബലമല്ല നിൻ ദയയാലേ,